ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നു മുതൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ 2 മൊഡ്യൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർലി തിയറിറ്റിക്കലാണ്. എന്ന് വെച്ചാൽ കുറച്ച് മെത്തേഡ്സ്, കുറച്ച് എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കൂടുതൽ കൺസെപ്ഷ്യൽ വൈസ് ആയിട്ടുള്ള ഒരു പോർഷനുണ്ട്. അങ്ങനെ 2 പാർട്ടാണ് മൊഡ്യൂൾ 3-യിലുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ ആദ്യത്തെ 2 മൊഡ്യൂളിൽ എന്ത് പഠിച്ചു എന്ന് ഒരു ചെറിയ റീക്യാപ്പ് ചെയ്താൽ, മൊഡ്യൂൾ 1-ന് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു. എന്തൊക്കെ ബേസിക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളതോ അതൊക്കെയായിരുന്നു മൊഡ്യൂൾ 1-ന്റെ ആദ്യത്തെ പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സോയിലിന്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്ന് വെച്ചാൽ വാട്ടർ കണ്ടന്റ് തൊട്ട് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് വരെ ഒരുപാട് പ്രോപ്പർട്ടീസ് കണ്ടു. ആ പ്രോപ്പർട്ടീസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്നുള്ള ടെസ്റ്റുകൾ കണ്ടു. അതാണ് നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിച്ചത്. മൊഡ്യൂൾ 2-ലോട്ട് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സോയിലിലെ വാട്ടറിനെ കുറിച്ച്, എഫക്റ്റീവ് സ്ട്രെസ്സിനെ കുറിച്ചും പഠിച്ചു. സോയിലിലെ വോയിഡ്സിൽ വാട്ടർ ഉണ്ടാവും, ആ വാട്ടറാണ് ഒരുപാട് പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് കണ്ടു. അതുപോലെ സോയിലിൽ എഫക്റ്റീവ് സ്ട്രെസ് ഉണ്ട്, അത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിലുകൾ കണ്ടു, പെർമിയബിലിറ്റിയും കംപ്രസിബിലിറ്റി. അതിൽ കംപ്രസിബിലിറ്റിയിൽ കോമ്പാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ മൊഡ്യൂൾ 1-ഉം മൊഡ്യൂൾ 2-ഉം കണ്ടാൽ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് കണ്ടു അല്ലെ. സോയിലിന് കണ്ടു, സോയിൽ എന്താണെന്ന് കണ്ടു, സോയിലിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് കണ്ടു, ആ ടെസ്റ്റിന്റെ റിസൾട്ട്സ് എന്തൊക്കെയായിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അത് വെച്ചിട്ട് സോയിലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എന്തൊക്കെ പ്രോപ്പർട്ടീസ് സോയിലിനുണ്ടെന്നൊക്കെയാണ് ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ പഠിച്ചത്. പക്ഷേ ഈ സോയിൽസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സോയിൽസിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ച ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സോയിലിന്റെ കുറച്ച് സാമ്പിൾ എടുക്കണം അല്ലേ. ആ സാമ്പിൾ എടുക്കുന്നതിനെ കുറിച്ചും, സാമ്പിൾ എടുക്കുന്ന ടൈപ്പ് ഓഫ് സാമ്പിൾസിനെ കുറിച്ചും, എന്തൊക്കെ സാമ്പിളേഴ്സ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും, എങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സൈറ്റിൽ പോയിട്ട് സോയിൽ കണ്ടീഷൻസ് പഠിക്കുക എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 3-ന്റെ ഒന്നാമത്തെ പാഠം. ആ പാർട്ടിനെ നമ്മൾ സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് വിളിക്കും. അതായത് നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു, ഇനി ആ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. ആ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സോയിൽ സാമ്പിൾ വേണം അല്ലേ. അപ്പോൾ സോയിൽ സാമ്പിൾ എങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ സൈറ്റിൽ പോയിട്ടാണെങ്കിൽ സൈറ്റിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സൈറ്റിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയണം. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിലോട്ട് എത്തുക, എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ട ഡെപ്തിലുള്ള സോയിൽ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന പാർട്ടാണ് സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സോയിൽ എക്സ്പ്ലോറേഷന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതിനുശേഷം നമുക്കിപ്പോൾ പ്രോപ്പർട്ടീസ് അറിയാം, സോയിലിന്റെ സാമ്പിളൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അറിയാം. ഇത് വെച്ച് നമുക്ക് കുറെ വാല്യൂസ് കിട്ടും അല്ലേ. ആ വാല്യൂസ് വെച്ച് സോയിലിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, നമ്മളൊരു ബിൽഡിംഗ് പണിതു, ആ ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിന് വരുന്ന ലോഡ് ആ സോയിലിന് താങ്ങാൻ പറ്റുമോ എന്നറിയണം. അപ്പോൾ സോയിലിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിനെ നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് സോയിലിന് താങ്ങാൻ പറ്റുമോ, സോയിലിന് എത്ര ലോഡ് സേഫ് ആയിട്ട് താങ്ങാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ബിയറിംഗ് കപ്പാസിറ്റി പറയാം. മൊഡ്യൂൾ 3-ന്റെ സെക്കൻഡ് പാർട്ട് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. ഞാൻ പറഞ്ഞതുപോലെ സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി തിയറിറ്റിക്കൽ ഭാഗമാണ്. എന്തൊക്കെ ടൈപ്പ് എക്സ്പ്ലോറേഷൻസ് ഉണ്ട്, എങ്ങനെയാണ് എക്സ്പ്ലോറേഷൻ ചെയ്യുക, എന്തിനാണ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ ടൈപ്പ് സാമ്പിൾസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് സാമ്പിളേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ സോയിൽ എക്സ്പ്ലോറേഷനിൽ പഠിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോയിൽ എക്സ്പ്ലോറേഷൻ ആണ്. എന്താണ് സോയിൽ എക്സ്പ്ലോറേഷൻ, എന്തിനു വേണ്ടിയാണ് സോയിൽ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്, സോയിൽ എക്സ്പ്ലോറേഷന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് നോ വാട്ട് ഈസ് സോയിൽ എക്സ്പ്ലോറേഷൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു ബിൽഡിംഗ് പണിയാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ബിൽഡിംഗ് പണിയുന്നത് സോയിലിന്റെ മുകളിലാണ് അല്ലേ. വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ സ്ട്രക്ചർ ഓൺ ദ സോയിൽ. ഇപ്പോൾ സോയിലിന്റെ മുകളിൽ ഒരു സ്ട്രക്ചർ പണിയുമ്പോൾ ആ സ്ട്രക്ചറിന്റെ താഴെയുള്ളത് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. സോയിലിന്റെ താഴെ, സ്ട്രക്ചറിന്റെ താഴെ എന്നുള്ള സോയിലാണ്. വി ഹാവ് ടു നോ വാട്ട് is the properties, what is the behavior, what are the characteristics of the soil that is lying underneath. ആ ബിൽഡിങ്ങിന്റെ താഴെയുള്ള സോയിലിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അറിയണം. എന്തൊക്കെയാണ് നമ്മൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ് അറിയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നോയിങ് സബ്സർഫസ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിന്റെ താഴെയുള്ള സോയിലിനെ അറിയാന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ആ സോയിലിന്റെ ടൈപ്പ് ഏതാണെന്ന് അറിയണം, ആ സോയിലിന്റെ സ്ട്രക്ചർ അറിയണം, സോയിലിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ അറിയണം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിന് പറഞ്ഞു സോയിൽ ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ അതിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ അറിയണം. പിന്നെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ അറിയണം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞാലാണ് നമ്മൾ സോയിലിനെ അറിഞ്ഞു എന്ന് പറയാം അല്ലെ. നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തെ സോയിലിനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ആ സോയിലിന്റെ ടൈപ്പ് അറിയണം, സോയിലിന്റെ സ്ട്രക്ചർ അറിയണം, സോയിലിന്റെ പ്രോപ്പർട്ടീസ് അറിയണം. ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും?
ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൈറ്റിൽ പോയിട്ട് സൈറ്റിന്റെ കണ്ടീഷൻസ് ഒക്കെ അസസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ പോകണം. വീട് പണിയാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആ സ്ഥലമൊക്കെ കണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് ആദ്യം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം അല്ലേ? എന്നിട്ട് കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്ത് ആ സാമ്പിളിനെ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. അതാണ് ബേസിക്കലി സോയില് മനസ്സിലാക്കുക അല്ലെങ്കിൽ സോയിലിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ആദ്യം സൈറ്റിൽ പോയിട്ട് സൈറ്റിന്റെ കണ്ടീഷൻസ് ഒക്കെ പഠിക്കും, എന്നിട്ട് സൈറ്റിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സൈറ്റിൽ തന്നെ നമ്മൾ കുറെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ കിട്ടും. ആ പ്രോപ്പർട്ടീസ് വെച്ചാണ് നമ്മൾ സോയിലിനെ അസസ് ചെയ്യുക. ഈ 3 പ്രോസസ്സിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സോയിൽ എക്സ്പ്ലോറേഷൻ. അപ്പോൾ സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് സർഫേസ് ആൻഡ് സബ്സർഫേസ് സോയിൽ കണ്ടീഷൻസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഏരിയ ഓഫ് കൺസ്ട്രക്ഷൻ. വെച്ചാൽ നമ്മൾ പണിയാൻ പോകുന്ന സ്ഥലത്തിന്റെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് അസസ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സിനെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റെപ്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് സോയിൽ എക്സ്പ്ലോറേഷൻ. സോ ഞാൻ പറഞ്ഞ പോലെ സൈറ്റിൽ പോകുന്ന സൈറ്റിന്റെ കണ്ടീഷൻസ് പഠിക്കുന്നത്, സാമ്പിൾ കളക്ട് ചെയ്യുന്ന, എന്നിട്ട് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർട്ടീസ് പഠിക്കുന്നു. ഇതെല്ലാം കൂടെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നതാണ് സോയിൽ എക്സ്പ്ലോറേഷൻ. ഇതിൽ സാമ്പിൾ ടെസ്റ്റിങ്ങിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ആദ്യത്തെ 2 പോർഷൻ, അതായത് സൈറ്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ സാമ്പിൾ കളക്ഷൻ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് സൈറ്റിൽ പോയിട്ട് സൈറ്റിന്റെ കണ്ടീഷൻസ് പഠിക്കുക, അസസ് ചെയ്യുക, എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുക എന്നൊക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്തറിയണം, അത് എന്തിനു വേണ്ടി പഠിക്കണം എന്നറിയാം അല്ലേ? സോ സോയിൽ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് ആ സൈറ്റിൽ പോയിട്ട് ആ സൈറ്റിലെ സോയിലിന്റെ കണ്ടീഷൻസ് ഒക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോർഷൻ. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. സോ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും, വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ നമ്മൾ ഇനി പറയാൻ പോകുന്ന പർപ്പസ്. ഏതൊക്കെയാണ് ആ പർപ്പസ് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് നമ്മുടെ ഔട്ട്പുട്ട് കുറച്ച് ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കും. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്, ടു സെലക്ട് ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബിൽഡിങ്ങും സോയിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് മുഴുവൻ സോയിലോട്ട് കൊടുക്കുന്നത് എന്താണ്? ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ആ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ സോയിലിനെ കുറിച്ച് അറിയണം, സോയിലിന്റെ കണ്ടീഷൻസ് അറിയും. അപ്പോൾ ആ ഫൗണ്ടേഷൻ സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആ ബിൽഡിങ്ങിന് കൊടുക്കണം, എത്ര സൈസിൽ കൊടുക്കണം, എത്ര ഡെപ്തിൽ കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. സോ the first and foremost objective of site exploration is know the soil properties to select type and depth of foundation. അടുത്തത്, to determine the bearing capacity of soil. നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി എന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അല്ലേ? സോയിലിൽ എത്ര ലോഡ് സേഫ് ആയിട്ട് താങ്ങാൻ പറ്റും, സോയിൽ ഫെയിൽ ആവാതെ എത്ര ലോഡ് സേഫ് ആയിട്ട് താങ്ങാൻ പറ്റും എന്നുള്ള മെഷറാണ് ബിയറിംഗ് കപ്പാസിറ്റി. ബിയറിംഗ് കപ്പാസിറ്റി പ്യുവർ ഡിപ്പെൻഡ്സ് ഓൺ സോയിൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ സോയിൽ പ്രോപ്പർട്ടീസ് കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? സൈറ്റ് എക്സ്പ്ലോറേഷൻ വഴിയാണ്. സോ to determine bearing capacity, it is an objective of site exploration. അടുത്തത്, മാക്സിമം പ്രോബബിൾ സെറ്റിൽമെന്റ് ഓഫ് സോയിൽ. സോയിലിന്റെ ഫെയിലിയർ നടക്കുന്ന 2 രീതിയിലാണ്. നമ്മൾ അത് എനിക്ക് തോന്നുന്നത് ബിയറിംഗ് കപ്പാസിറ്റി എന്നുള്ള പോർഷനിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഒന്ന് ഷിയർ ഫെയിലിയർ, രണ്ടാമത്തത് സെറ്റിൽമെന്റ് ഫെയിലിയർ. നമ്മളൊരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ സോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട്. നമ്മൾ കംപ്രസിബിലിറ്റി ഒക്കെ പഠിച്ചു, എല്ലാ എയറും വോയിഡ്സിൽ എയറും വാട്ടർ ഒക്കെ ഉണ്ട്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് പോലെ എക്സ്പെൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് സെറ്റിൽമെന്റ് നടക്കുക. ഓക്കെ, അപ്പം സെറ്റിൽമെന്റ് നടക്കാനേ പാടില്ല, അത് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. പക്ഷെ സെറ്റിൽമെന്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തണം. ആ സെറ്റിൽമെന്റ് കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ നമുക്ക് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ് അറിയണമല്ലോ. സോയിലിന്റെ എത്ര കംപ്രസിബിലിറ്റി, സോയിലിന്റെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എത്രയായിരിക്കും, നമ്മൾ നേരത്തെ ഗ്രാഫൊക്കെ വരച്ച് കണ്ടുപിടിച്ചില്ലേ? സോ അതിന് പ്രോബബിൾ ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഡെൻസിറ്റി എന്തായിരിക്കും എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുക. സോ മാക്സിമം പ്രോബബിൾ സെറ്റിൽമെന്റ് ആ സൈറ്റിൽ എത്രയാണെന്ന് നമുക്ക് ആദ്യമേ സോയിൽ പ്രോപ്പർട്ടീസ് അസസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. അടുത്തത്, ടു എസ്റ്റാബ്ലിഷ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ആൻഡ് ഡിറ്റർമൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. നമുക്ക് അറിയാം, സോയിലിലെ വാട്ടറും എത്ര ലെവലിലാണ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ഉള്ളത് എന്നത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. വാട്ടർ, നമ്മൾ സോയിൽ വാട്ടറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത, വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഇൻ ഡിസൈഡിങ് സോയിലിന്റെ ഓൾ പ്രോപ്പർട്ടീസ് അല്ല. സോയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിസൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫാക്ടർ, പെർമനന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്ത്, വാട്ടർ എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അറിയുക എന്നുള്ളത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് വെൻ വി കൺസിഡർ എ ജിയോടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് പെർസ്പെക്റ്റീവ്. സോ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ആ ഒരു ലൊക്കേഷനിൽ
എത്രയാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് അറിയാൻ ആ ഗ്രൗണ്ട് വാട്ടറിന്റെ അല്ലെങ്കിൽ സോയിലുള്ള വാട്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്താൽ കഴിയും. സോ ഇറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ്. അടുത്തത് ടു പ്രെഡിക്റ്റ് ലാറ്ററൽ എർത്ത് പ്രഷർ അഗെയിൻസ്റ്റ് റീറ്റൈനിങ് വാൾസ്. റീറ്റൈനിങ് വാൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് സോയിൽ മാറ്റി കഴിഞ്ഞു, കുറച്ച് മണ്ണ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു വീടൊക്കെ പണിയുകയാണെങ്കിൽ ആ വീടിന്റെ ബൗണ്ടറീസിൽ അത് മണ്ണെടുത്ത് മാറ്റി ഒരു തിണ്ടുണ്ടാവുമല്ലോ, ആ തിണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കെട്ടുന്ന വാൾ, അതിനാണ് നമ്മൾ റീറ്റൈനിങ് വാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റീറ്റൈനിങ് വാളിന്റെ ഒരു സൈഡിലുള്ള എന്താ, സോയിലാണല്ലേ. ആ സോയില് ഈ വാളിന്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. അത് ലാറ്ററൽ ഡയറക്ഷനാണ്. ലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇങ്ങനെ ഒരു വാൾ ഉണ്ടെങ്കിൽ ആ വാളിന്റെ മുകളിൽ സോയിൽ എർത്ത് പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ എർത്ത് പ്രഷർ വെച്ചാണ് ഇതിന്റെ ഓവർ ടേണിങ് സ്ലൈഡിങ്. നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2 പഠിച്ചിട്ടുണ്ട്, എന്താണ് ഓവർ ടേണിങ്, എന്താണ് സ്ലൈഡിങ് എന്നൊക്കെ അല്ലേ. സോ ഈ ഒരു ഫോഴ്സ്, ആ സോയിൽ എക്സേർട്ട് ചെയ്യുന്ന ലാറ്ററൽ ആയിട്ടുള്ള ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ, ദാറ്റ് ഈസ് കോൾഡ് ലാറ്ററൽ എർത്ത് പ്രഷർ. ഒരു റീറ്റൈനിങ് വാൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത് അറിയണം. ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ സോയിൽ പ്രോപ്പർട്ടീസ്. ആ സോയിൽ പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടി നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ ഓർ സോയിൽ എക്സ്പ്ലോറേഷൻ. അടുത്തത് ടു സെലക്ട് സ്യൂട്ടബിൾ കൺസ്ട്രക്ഷൻ ടെക്നിക്സ്. അപ്പോൾ നമ്മളൊരു സൈറ്റിൽ പോയി, നമുക്കറിയാം നമ്മൾ പൈല്, ഫോർ എക്സാമ്പിൾ പൈല് എറക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ചില സമയത്ത് പൈല് അടിച്ച് താഴ്ത്തും, ചില സമയത്ത് പൈല് ഒരു കുഴി ബോർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് പൈല് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ പല ടെക്നിക്സ് ഓരോ സൈറ്റിനും സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇതിപ്പോ പൈലിന്റെ കേസ് മാത്രം പറഞ്ഞാൽ അതുപോലെ ഓരോ കൺസ്ട്രക്ഷൻ സ്റ്റേജിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദ സൈറ്റ് കണ്ടീഷൻ. സോ ഏതാണ് ആ സൈറ്റിന് ഏറ്റവും കംഫർട്ടബിൾ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളെ സൈറ്റ് എക്സ്പ്ലോറേഷൻ സഹായിക്കും. സോ ഇറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ, ടു സെലക്ട് ദ സ്യൂട്ടബിൾ കൺസ്ട്രക്ഷൻ ടെക്നിക്സ്. അടുത്തതെന്ന് പറയുന്നത് പ്രൊഡിക്ട് പ്രോബബിൾ ഫൗണ്ടേഷൻ പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദം. സോ നമ്മൾ സൈറ്റിൽ പോയി, സൈറ്റിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ സോയിൽ അറിയാം, സോയിലിന്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ ഭാവിയിൽ ഒരു ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സോയിലിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, ആ ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെ ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫൗണ്ടേഷനെ പ്രോബബിൾ ആയിട്ട് നാളെ നടക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? സൈറ്റ് എക്സ്പ്ലോറേഷൻ നടന്ന. സോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സൈറ്റിൽ പോയിട്ട് നാളെ വരാൻ സാധ്യതയുള്ള ഫൗണ്ടേഷൻ പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് സോയിൽ എക്സ്പ്ലോറേഷനിലൂടെ സാധിക്കും. സോ ഇറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ. അടുത്തത് ടു അസർട്ടൈൻ ദ സ്യൂട്ടബിലിറ്റി ഓഫ് സോയിൽ ആസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. അഗൈൻ നമ്മളിപ്പോൾ പറഞ്ഞത് നമുക്ക് ഡിസ്കസ് ചെയ്തതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ നമ്മൾ എർത്ത് ഡാം, അതുപോലെ എർത്ത് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ സോയിലിനെ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് അസസ് ചെയ്യാൻ നമുക്ക് സൈറ്റ് എക്സ്പ്ലോറേഷൻ, അപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് സോയിൽ എടുക്കുന്നെങ്കിൽ ആ സോയിലിലെ പ്രോപ്പർട്ടീസ് നമുക്ക് അസസ് ചെയ്ത് അതിന്റെ സ്യൂട്ടബിലിറ്റി അസസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടു ഇൻവെസ്റ്റിഗേറ്റ് the safety of existing structures and suggest remedial measures. നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതല്ലാതെ ഇപ്പൊ നമുക്കറിയാം പിസയിലെ ലീനിങ് ടവറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അത് ലീൻ ചെയ്തത് അവർ എറക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറച്ച് നേരെയാക്കി റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു ഫെയിലർ, ഫൗണ്ടേഷൻ ഫെയിലറോ സെറ്റിൽമെന്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാനും അതിന് പറ്റുന്ന റെമഡിയൽ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനും ആ സോയിൽ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. സോ ആ സോയിൽ കണ്ടീഷൻസ് അറിയാൻ, അങ്ങനെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് റിപ്പയർ ചെയ്യാനും നമ്മളെ സൈറ്റ് എക്സ്പ്ലോറേഷൻ സഹായിക്കും. സോ ഇറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്തിനു വേണ്ടി ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്സ് എന്താ കണ്ടു. ഇനി എങ്ങനെയാണ് അത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കഗ്നൈസൻസ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ സർവേ 1, 2 ഒക്കെ കഴിഞ്ഞ് വന്നവരാണ്. റെക്കഗ്നൈസൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സൈറ്റിൽ ആദ്യം സർവേ നടത്തുന്നുണ്ട്. നമ്മൾ സർവേ ക്യാമ്പും കഴിഞ്ഞു. സർവേ ക്യാമ്പിന്റെ നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ആദ്യ സൈറ്റ് മുഴുവൻ നമ്മുടെ കോളേജിന്റെ ഏരിയ മുഴുവൻ ഒന്ന് കവർ ചെയ്ത് എവിടെയൊക്കെ നമ്മൾ സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു അല്ലെ. അതിന്റെ ബൗണ്ടറീസ് ഒക്കെ ഒന്ന് കണ്ടുവച്ചു. അതിനാണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. അതുപോലെ സോയിൽ എക്സ്പ്ലോറേഷനിലും ഒരു റെക്കഗ്നൈസൻസ് ഉണ്ട്. അതായത് നമ്മൾ സൈറ്റിൽ വലിയ ടെസ്റ്റ് ഒക്കെ ചെയ്തതിനു മുമ്പ് അല്ലെങ്കിൽ സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്നതിന് മുമ്പ്
ആ സൈറ്റിൽ പോയിട്ട് ആ സൈറ്റിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാം, സോയിലിന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാം. അതിനെയാണ് നമ്മൾ റെക്കഗ്നൈസൻസ് എന്ന് വിളിക്കുക. സോ റെക്കഗ്നൈസൻസ് ഇൻക്ലൂഡ്സ് സൈറ്റ് വിസിറ്റ് ആൻഡ് സ്റ്റഡി ഓഫ് മാപ്സ് ആൻഡ് റെക്കോർഡ്സ്. ആ സൈറ്റിൽ പോയിട്ട് സൈറ്റ് മൊത്തത്തിലൊന്നും കാണുക, അതുപോലെ സൈറ്റിലെ കുറിച്ചുള്ള മാപ്സ്, സൈറ്റ് മാപ്സോ അതുപോലെ ആ ഏരിയയെ കുറിച്ചുള്ള എന്തെങ്കിലും റെക്കോർഡ്സ്, പ്രീവിയസ് ആയിട്ട് സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ ഹിസ്റ്ററി, അതായത് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ എത്ര മഴ പെയ്യാറുണ്ട്, എത്ര ഫ്ലഡ് ലെവൽ വരാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല റെക്കോർഡ്സ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ വിസിറ്റ് ചെയ്തോ ഇങ്ങനെ മാപ്പിലോ റെക്കോർഡിലൂടെ കളക്ട് ചെയ്യുന്നതിനാണ് റെക്കഗ്നൈസൻസ് എന്ന് വിളിക്കുക. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഹെൽപ്സ് ടു ഡിസൈഡ് മെത്തേഡ് ഓഫ് എക്സ്പ്ലോറേഷൻ. നമ്മൾ സോയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് സാമ്പിൾ കളക്ട് ചെയ്യുന്ന സാമ്പിൾ കളക്ഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് കാണും. സോ അതിൽ ഏത് മെത്തേഡ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ സോയിലിന്റെ സൈറ്റിൽ പോയിട്ട് സൈറ്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഏത് മെത്തേഡ് ഓഫ് എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്ത് ടൈപ്പ് ഓഫ് സാമ്പിൾ എടുക്കണം, എത്ര സാമ്പിൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ എടുക്കാം. ഇനി എന്ത് ടെസ്റ്റ് ചെയ്യണം, അതായത് നമ്മൾ 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും, ലാബ് ടെസ്റ്റ് ഉണ്ട്, ഫീൽഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫീൽഡ് ടെസ്റ്റിന് അനുയോജ്യമായ ഒരു സൈറ്റ് ആണോ അത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റാതെ ലാബിൽ കൊണ്ടുപോയിട്ട് സാമ്പിൾ ചെയ്യേണ്ട അവസ്ഥയാണോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ റെക്കഗ്നൈസൻസ് സർവേ ചെയ്താൽ നടക്കും. സോ റെക്കഗ്നൈസൻസ് എന്ന് ബേസിക്കലി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിലിമിനറി വിസിറ്റ് ടു ദ സൈറ്റ് ആൻഡ് വി കളക്ട് ഓൾ ദ ബേസിക് ഡാറ്റാസ്. നമ്മൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് തരുന്ന സ്റ്റേജ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ ആണ് റെക്കഗ്നൈസൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ. സോ നമ്മൾ റെക്കഗ്നൈസൻസ് ഒക്കെ കണ്ട് ഒരു മെത്തേഡ് തീരുമാനിച്ച് ചെറിയ രീതിയിലുള്ള എക്സ്പ്ലോറേഷൻ. സാധാരണ നമ്മൾ ചെറിയ ബിൽഡിങ്സ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിയാണെങ്കിൽ ചെയ്യേണ്ടത് ഈ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒരു വീടോ ചെറിയ 2 തല ബിൽഡിങ്ങോ ഒക്കെയാണ് പണിയുന്നതെങ്കിൽ ജസ്റ്റ് ഈ 2 സ്റ്റെപ്പ് മതി. അത് റെക്കഗ്നൈസൻസ് ചെയ്യും. രണ്ടാമത്തത് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ചെയ്യും. എന്താണ് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നീഡഡ് ടു ഡിറ്റർമൈൻ ഡെപ്ത്, thickness, extent and composition of soil stratum, location of groundwater table, depth of bedrock. സോ ഇത് 3 കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ആ സോയിലിന്റെ സൈറ്റിൽ പോയിട്ട് സോയിലിന്റെ ടൈപ്പ് അല്ലെങ്കിൽ സോയിലിന്റെ ലെയർ, സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ എത്ര ആഴത്തില് പാറയുണ്ടാവും, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എത്ര ലെവലിലാണ്, അതുപോലെ എത്ര ഡെപ്തിൽ നല്ല സോയിലുണ്ട്, അതുപോലെ നല്ല സോയിലിന്റെ തിക്നെസ് എത്രയാണ്, നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ അതിൽ ലോഡ് എവിടെ വരെ പോകുന്നൊക്കെ അറിഞ്ഞിട്ട് അത്രയും ഡെപ്തില് സോയിൽ എങ്ങനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ, പല ലെയറായിട്ടായിരിക്കുമല്ലോ സോയിൽ, അപ്പൊ അതിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ എന്നുള്ള സ്റ്റേറ്റിലാണ്. സോ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സോയിലിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് വിത്ത് സം ടെസ്റ്റ്. സോ ഡെപ്ത് അറിയണം, തിക്നെസ്, അതായത് ബോർ ലോഗ് എന്നൊക്കെ പറയും. നമ്മൾ ഒരു കുഴി എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഓരോ മീറ്ററിൽ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ എടുത്ത് ആ ഇന്റർവെല്ലിൽ ഏത് സോയിൽ ടൈപ്പാണ്, ആ സോയിലിന്റെ ഡെൻസിറ്റി എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്, അതാണ് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ. സോ ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ എന്താണ് സോയിൽ ടൈപ്പ്, അതിന്റെ കോമ്പോസിഷൻ എന്താണ്, അതിന്റെ എക്സ്റ്റെന്റ് എന്താണ്, എവിടെയാണ് പാറയുള്ളത്, എവിടെയാണ് വാട്ടർ ടേബിളിന്റെ ലൊക്കേഷൻ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ഉപയോഗിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ മേക്കിംഗ് സം ടെസ്റ്റ് പിറ്റ്സ്. കുറച്ച് കുഴി കുഴിക്കും, അല്ലെങ്കിൽ ബോറിങ്സ് നടത്തും. ഈ ബോറിങ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ആൻഡ് ഓൾസോ ജിയോ ഫിസിക്കൽ മെത്തേഡ്. ജിയോ ഫിസിക്കൽ എന്ന് വെച്ചാൽ ബോർ കുഴിക്കാതെ നമ്മൾ റാഡാറിലൊക്കെ പറയില്ലേ, അതുപോലെ ഇലക്ട്രിക്കൽ സിഗ്നൽസും മാഗ്നറ്റിക് വേവ്സും ഒക്കെ അയച്ചിട്ട് സോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതിനാണ് ജിയോ ഫിസിക്കൽ മെത്തേഡ്സ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ മേക്കിംഗ് റെസിപ്പീസ് ആൻഡ് ഫ്യൂ ബോറിങ്സ് ആൻഡ് ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് വി അഡോപ്റ്റ് ഇൻ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ. സോ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ സോയിലിന്റെ സ്ട്രാറ്റ്, എത്ര ലെയറിൽ ഈ ടൈപ്പ് സോയിലാണ്, ഇവിടെ പോയാൽ ഈ ടൈപ്പ് സോയിലായിരിക്കും, അതിന്റെ ഡെപ്ത് ഇത്രയാണ്, ആ ലെയറിന്റെ തിക്നെസ് ഇത്രയാണ്, എത്ര ഡെപ്തിൽ പോയാൽ നമുക്ക് ഹാർഡ് റോക്ക് കിട്ടും, അതുപോലെ എത്ര ഡെപ്തിലാണ് വാട്ടർ ടേബിൾ ഉള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ 2 സ്റ്റേജസ് ആണ് നമ്മൾ സാധാരണ ഒരു കോമൺ ബിൽഡിങ്ങിന്, വലിയ ഹൈ റൈസ് ഒന്നും അല്ലാത്ത സാധാരണ ഒരു കോമൺ ബിൽഡിങ്ങിന്, ഒരു നോർമൽ സ്ട്രക്ചറിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സൈറ്റ് എക്സ്പ്ലോറേഷൻ സ്റ്റേജസ്. അടുത്തത് 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ആണ്. പേര് പറയുന്ന പോലെ ഇറ്റ് ഈസ് ഇലാബറേറ്റ് എക്സ്പ്ലോറേഷൻ ടെക്നിക്സ് ഇൻ വിച്ച് വി വിൽ ഡിറ്റർമൈൻ ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഇൻ ഡിഫറെന്റ് സ്ട്രാറ്റ. സോ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ ലെയറിലും എന്തൊക്കെ ടൈപ്പ് സോയിൽ ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ. ഒരു ഡെപ്ത് ഫിക്സ് ചെയ്ത് ആ ഡെപ്തിലെ ഓരോ യൂണിറ്റ് ഡെപ്ത് എടുത്താലും അവിടെ എന്ത് സോയിലാണുള്ളത് നമ്മൾ മനസ്സിലായി പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ കഴിഞ്ഞപ്പോൾ. ഇനി ആ ഓരോ ഡെപ്തിലുള്ള സോയിലിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അസസ് ചെയ്യുന്നത്
ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ. സോ സാധാരണ ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു വലിയ ഹൈ റൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബ്രിഡ്ജ് അതുപോലെ ഹെവി ലോഡ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനിൽ പോകും. ഇറ്റ് ഈസ് നീഡഡ് ടു ഡിറ്റർമൈൻ ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഇൻ ഡിഫറെന്റ് സ്ട്രാറ്റ. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുക? എക്സ്റ്റെൻസീവ് ആയിട്ട് സാമ്പിൾ എടുക്കും, എന്നിട്ട് ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫീൽഡിൽ ടെസ്റ്റ് ചെയ്യാം. ഇതിൽ ബേസിക്കലി ടെസ്റ്റുകളാണ്. മറ്റേതിൽ എക്സ്പ്ലോറേഷനിൽ നമ്മൾ സാമ്പിൾ കളക്ഷനും അതുപോലെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷനും ആണെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് ചെയ്യുക. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സാമ്പിൾ എടുക്കണം. സാമ്പിൾ നമ്മൾ ബോറിംഗ് ടെക്നിക്സ് അടുത്ത ക്ലാസ്സിൽ കാണും. സോ ബോറിങ്സ് നടത്തി ബോർ ഹോളൊക്കെ കുഴിച്ച് അതിൻ്റെ അകത്ത് സാമ്പിൾ എടുത്ത് ആ സാമ്പിൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈറ്റിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം. സൈറ്റിലുള്ള ചില എക്സാമ്പിൾസ് ആണ് വെയിൻ ഷിയർ ടെസ്റ്റ്, പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, പെർമിയബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. വെയിൻ ഷിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിയർ സ്ട്രെങ്ത്, സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് മെഷർ ചെയ്യാനുള്ളതാണ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ബിയറിംഗ് കപ്പാസിറ്റിക്കുള്ള ടെസ്റ്റ് ആണ്. അതുപോലെ പെർമിയബിലിറ്റി ടെസ്റ്റ് എല്ലാം നമുക്ക് കണ്ടറിയാം, ഒരു എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഡിറ്റർമിനേഷൻ ടെസ്റ്റുകളാണ്. സോ ഇതൊക്കെ നമ്മൾ സൈറ്റിൽ പോയി ചെയ്യും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ സൈറ്റ് എക്സ്പ്ലോറേഷൻ: റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ. ഇതിൽ നമ്മൾ റെക്കഗ്നൈസൻസ് മാത്രം എടുത്തിട്ട് റെക്കഗ്നൈസൻസിന്റെ നീഡ് എന്താണെന്ന് നോക്കാൻ പോകും. വാട്ട് ഈസ് എ നീഡ് ഓർ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈറ്റ് റെക്കഗ്നൈസൻസ്? അല്ലെങ്കിൽ സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇൻഫർമേഷൻ വി ആർ ഗെറ്റിംഗ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് gives an idea about general topography of the site. ആ സൈറ്റിനെ കുറിച്ചുള്ള ജനറൽ കാര്യങ്ങൾ. സൈറ്റ് ഏത് ടൈപ്പ് ആണോ, സ്ലോപ്പ് ആണോ, സ്ലോപ്ഡ് സൈറ്റ് ആണോ, അതോ ഫ്ലാറ്റ് ഏരിയ ആണോ, അതോ കുറെ അണ്ടുലേഷൻസ് ഉള്ള സൈറ്റ് ആണോ എന്നൊക്കെ ജനറൽ ടോപ്പോഗ്രഫി. ആ സൈറ്റിന്റെ ജനറൽ ടോപ്പോഗ്രഫി അറിയാൻ നമുക്ക് സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്താൽ പറ്റും. സോ വി നീഡ് ടു നോ ദാറ്റ്. സോ വി നീഡ് സൈറ്റ് റെക്കഗ്നൈസൻസ്. അടുത്തത് സെറ്റിൽമെന്റ് ക്രാക്സ്. ഇപ്പൊ നമ്മൾ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റെക്കഗ്നൈസൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ഒക്കെ നോക്കും. തൊട്ടടുത്ത ബിൽഡിംഗ് ഒക്കെ നോക്കിയിട്ട് അതിന്റെ ക്രാക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിൽഡിങ്ങിൽ ക്രാക്സിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. ആ ക്രാക്സ് നോക്കിയിട്ട് ഇവിടെ സെറ്റിൽമെന്റ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്തുള്ള ബിൽഡിംഗ് നോക്കുക, അടുത്തുള്ള ബിൽഡിംഗ് നോക്കിയിട്ട് ആ ബിൽഡിങ്ങിൽ എന്തൊക്കെ സെറ്റിൽമെന്റ് ക്രാക്സ് ഉണ്ടാക്കിയെന്ന് നമുക്ക് സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്താൽ സൈറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ second need. Third one is evidence of landslide, slope failures and shrinkage cracks. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൈറ്റിൽ മാത്രം സൈറ്റിന് ചുറ്റുപാടൊക്കെ നോക്കുന്നു. അപ്പൊ അതിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ടോ, സ്ലോപ്പ് ഫെയിലിയേഴ്സ്, അതായത് ഒരു തിണ്ടൊക്കെ ഉണ്ടെങ്കിൽ തിണ്ട് ഇടിഞ്ഞു പോയി, സ്ലോപ്പ് ഫെയിലിയർ നടന്നിട്ടുണ്ടോ, അതുപോലെ ഷ്രിങ്കേജ് ക്രാക്സ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പഴയ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ ഇതിനു മുന്നേ നടന്നിട്ടുള്ളത് ഹിസ്റ്ററി ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും. അതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ബേസിക്കലായിട്ട് ഒരു സ്ട്രക്ചർ പണിയുന്നതിന് മുമ്പ് ആ സോയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് നമുക്ക് സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് സോയിൽ ഒബ്സർവ് ഫ്രം ഡീപ് കട്ട്സ് ഇൻ ദ സോയിൽ. നമ്മൾ പറഞ്ഞു സാധാരണ ഒരു ബോർഹോൾ ഒഴിച്ച് നമ്മൾ കുഴിച്ചിട്ടാണ് സോയിലിന്റെ ടൈപ്പും സ്ട്രാറ്റിഫിക്കേഷനും ഒക്കെ കണ്ടുപിടിക്കും. സപ്പോസ് നമ്മൾ പോകുന്ന ഒരു സൈറ്റിൽ ഒരു ഡീപ്പ് കട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു കുറച്ച് മണ്ണെടുത്ത് മാറ്റിയ ഒരു പോർഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അതിന്റെ അടുത്ത്. സോ അത് നമുക്ക് നോക്കിയാൽ അറിയാം ഇത്ര ഡെപ്തിൽ ഇത്ര സോയിലായിരിക്കും, ഇത്ര ഡെപ്തിൽ ഈ ടൈപ്പ് സോയിലാണ്, ഇത്ര ഡെപ്തിൽ ഈ ടൈപ്പ് സോയിലാണ്. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മണ്ണെടുത്ത് മാറ്റിയൊരു ഒരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്ര ഡെപ്തിൽ ഈ ടൈപ്പ് സോയിലാണ്. അങ്ങനെ സോയിലിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് സൈറ്റ് റെക്കഗ്നൈസൻസ് വഴി മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ലൊക്കേഷൻ ഓഫ് ഹൈ ഫ്ലഡ് മാർക്സ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഫ്ലഡൊക്കെ സംഭവിച്ച സമയത്ത് മിക്കവാറും താഴോട്ടൊക്കെ, അതായത് കേരളത്തിന്റെ സൗത്ത് പാർട്ടിലൊക്കെ നല്ല ഫ്ലഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ബിൽഡിങ്ങിലൊക്കെ ഫ്ലഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ദിവസം ഇത്ര ലെവൽ വരെ വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന സൈറ്റിന്റെ അടുത്ത് ഒരു ഫ്ലഡ് പ്രോൺ ഏരിയ ആണെങ്കിൽ അവിടെ ഒരു ഫ്ലഡ് വരുമ്പോൾ എത്ര ലെവൽ വാട്ടർ റൈസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രിഡ്ജസ് ആൻഡ് ഓൾ. സോ അത് നമുക്ക് മനസ്സിലാക്കാൻ റെക്കഗ്നൈസൻസ് വഴി കഴിയും. സോ ഇറ്റ് ഈസ് നീഡഡ്. ദെൻ ഡെപ്ത് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ആസ് ഒബ്സർവ്ഡ് ഫ്രം ദ വെൽസ്. സോ ഗ്രൗണ്ട് വാട്ടർ അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ? അവിടെ എന്തെങ്കിലും കിണറുണ്ടെങ്കിൽ പോയി നോക്കാം. കിണറിലെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവലാണ്. സോ കിണറിൽ പോയി നോക്കിയാൽ ഏത് ഡെപ്തിലായിരിക്കും ഗ്രൗണ്ട് വാട്ടർ എന്ന് അറിയാൻ പറ്റും. സോ ഇറ്റ് ഈസ് അനദർ നീഡ് എന്ന് വെച്ചാൽ അതിനുള്ള ഇൻഫർമേഷൻ നമുക്ക് സൈറ്റ് റെക്കഗ്നൈസൻസ് വഴി കിട്ടും. അടുത്ത എക്സിസ്റ്റൻസ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് സാംസ്. ഒരു ചതുപ്പാണോ നമുക്ക് പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ, ചതുപ്പാണോ അല്ലെങ്കിൽ ഉറവെടുക്കുന്ന സ്ഥലമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സൈറ്റ് റെക്കഗ്നൈസൻസ് ആവശ്യമുണ്ട്.
അടുത്തത് ഡ്രെയിനേജ് പാറ്റേൺ എക്സിസ്റ്റിംഗ് അറ്റ് സൈറ്റ്. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം എങ്ങനെയാണ് ആ സൈറ്റിൽ ഒഴുകി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സൈറ്റിൽ പോയാൽ മനസ്സിലാവും. അടുത്ത ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഏത് ടൈപ്പ് ക്രോപ്സ് ആണ് വളരുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് മരങ്ങളാണുള്ളത്, പെരണിയൽ ക്രോപ്സ് ആണ്, അങ്ങനെ ഏത് ടൈപ്പ് ക്രോപ്സ് ആണ് ആ ഒരു പ്രദേശത്തുള്ളതെന്ന് മനസ്സിലാക്കിയാൽ ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ചില ടൈപ്പ് ഓഫ് സോയിലാണ് ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവുക അല്ലേ. സോ ആ സൈറ്റിൽ പോയിട്ട് ഇന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിന് ഇന്ന ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും അതിന് താഴെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊരു ഇൻഡയറക്റ്റ് മെഷർ ഓഫ് ഐഡന്റിഫൈങ് ദ സോയിൽ ടൈപ്പ് ആണ്, ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് needed for us, so it is another need of site reconnaissance. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ മെയിൻസ്, പവർ കൺഡ്യൂട്ട്സ് എക്സെട്ര. അപ്പൊ നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് എക്സ്കവേഷൻ ഒക്കെ ചെയ്യണം അല്ലേ, എർത്തൊക്കെ എടുത്ത് മാറ്റി വാനം മാതണം, എന്നിട്ട് എർത്ത് എടുത്ത് മാറ്റുമൊക്കെ ചെയ്യണം, കുഴിക്കേണ്ട വരും, ഇപ്പൊ പൈലടിക്കേണ്ട വരും. ഈ സമയത്തൊക്കെ അതിന്റെ അടിയിൽ കൂടെ പോകുന്ന വാട്ടർ പൈപ്സ്, അതുപോലെ ഇപ്പൊ കുറെ അണ്ടർഗ്രൗണ്ട് പവർ മെയിൻസ് ഉണ്ടല്ലേ, ഇലക്ട്രിസിറ്റി KSEBിന്റെ ഒക്കെ അണ്ടർഗ്രൗണ്ട് ലൈൻസും ഉണ്ട്. സോ അണ്ടർഗ്രൗണ്ട് ലൈൻസ് താഴെ കൂടെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വാട്ടർ കോൺഡ്യൂട്ട്സ് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സൈറ്റ് റെക്കഗ്നൈസൻസ് വഴി നമുക്ക് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എന്താവശ്യമുണ്ട്, സൈറ്റ് റെക്കഗ്നൈസൻസ് ആവശ്യമുണ്ട്. ഈ ഡീറ്റെയിൽസ് കിട്ടിയാൽ നമുക്ക് ഏകദേശം ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും സോയിൽ എക്സ്പ്ലോറേഷന് മുന്നേ. അതിനു വേണ്ടിയാണ് നമ്മൾ സൈറ്റ് റെക്കഗ്നൈസൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം എക്സ്പ്ലോറേഷനെ കുറിച്ച് പഠിച്ചു. ഇനി എക്സ്പ്ലോറേഷനിൽ ചെയ്യുന്നത് എന്താ, നമ്മൾ സൈറ്റിൽ പോയിട്ട് കുറെ സ്ഥലത്ത് ബോർഹോളൊക്കെ എടുത്തിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുക അല്ലെ. അപ്പൊ എത്ര ഡെപ്തിലുള്ള സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അതുപോലെ എത്ര ഡിസ്റ്റൻസിൽ, എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഏരിയ ആണെങ്കിൽ ആ ഏരിയയിൽ എവിടുന്ന് സാമ്പിൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് ആദ്യത്തെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ the depth up to which the soil properties are to be studied. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എക്സ്പ്ലോറേഷന്റെ നീഡിനെ കുറിച്ച്. അപ്പം നമുക്ക് അസസ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് എത്ര ഡെപ്ത് വരെ. ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ താഴെയുള്ള എത്ര ലെയർ സോയിൽ വരെ നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കണം എന്നതിന്റെ മെഷറാണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയാം. ഈ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഡെപ്ത് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ, രണ്ടാമത്തത് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്, മൂന്നാമത്തത് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ്, അടുത്തത് സോയിൽ പ്രൊഫൈൽ, അടുത്തത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ. ഇൻഫ്ലുവൻസ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിതു. ആ ബിൽഡിംഗ് പണിത് കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് സോയിലിന്റെ താഴെ എത്ര ഏരിയയിൽ എഫക്ട് ചെയ്യും എന്നുള്ളതിന്റെ മെഷറാണ് ഇൻഫ്ലുവൻസ് സോൺ എന്ന് പറയുന്നത്. ആ സോയിലിന് ചുറ്റും, അപ്പൊ ബിൽഡിങ്ങിന്റെ ചുറ്റും അതുപോലെ ബിൽഡിങ്ങിന്റെ താഴെ എത്ര ഏരിയയിൽ ആ ലോഡ് കൊണ്ടുള്ള എഫക്ട് ഉണ്ടാവും എന്നതാണ് ഇൻഫ്ലുവൻസ് സോൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കുന്ന ലോഡിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കില്ല വലിയൊരു ബിൽഡിംഗ്, ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ സോയിലിന്റെ താഴെ ഉണ്ടാവാം. സോ രണ്ട് സോണും വ്യത്യാസമുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്ന പോലെ അല്ല, വെയിറ്റിംഗ് ഷെഡിന്റെ കൺസിഡറേഷൻ അല്ല നമ്മളൊരു ഹൈ റൈസ് ബിൽഡിങ്ങിന് കൊടുക്കുക. സോ വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിൽ ചെറിയൊരു ഡെപ്തിലെ അതിന്റെ ഇൻഫ്ലുവൻസ് വരുള്ളൂ. അതുപോലെ ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടു എ ഹ്യൂജ് ഡെപ്ത്. ഇപ്പൊ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഏത് ഡെപ്ത് വരെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്റൻസിറ്റി ഓഫ് ലോഡിംഗ്. ടൈപ്പ് ഓഫ് സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് ഇന്റൻസിറ്റി മാറും അല്ലെ, എത്ര ലോഡ് വരും എന്നുള്ളത് മാറും. സോ ദാറ്റ് ഓൾസോ എഫക്ട്സ് ടു വിച്ച് എക്സ്റ്റെന്റ് വി ഹാവ് ടു ഡു ദ ടെസ്റ്റ്. അതുപോലെ സോയിലിന്റെ പ്രൊഫൈൽ, ആ സ്ഥലത്ത് സോയിൽ എങ്ങനെയാണ് എന്നുള്ളത് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്പ്ലോറേഷൻ ഡെപ്ത്. അടുത്ത് സോയിലിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലോറേഷന്റെ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് ഫിക്സഡ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡെപ്തിലാണ് നമ്മൾ സാധാരണഗതിയിൽ ടെസ്റ്റ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ സിഗ്നിഫിക്കന്റ് ഡെപ്ത്. ഇതാണ് ഒരു റൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സൈറ്റിൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സൈറ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സോയിലിന്റെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ സിഗ്നിഫിക്കന്റ് ഡെപ്ത്. സോ സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്നൊരു പുതിയ വാക്ക് വന്നു അല്ലെ, അതെന്താണെന്ന് അറിയണം. സോ സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്ത് അപ് ടു വിച്ച് ദ ഇമ്പോസ്ഡ് ലോഡ്സ്
causes stress in soil is significant depth. നമുക്കറിയാം ഏതൊരു മെറ്റീരിയൽ ആയാലും ലോഡ് അപ്ലൈ ചെയ്താൽ ഡീഫോർമേഷൻ നടക്കും. ഡീഫോർമേഷൻ നടന്നാൽ അതിന് റെസിസ്റ്റ് ചെയ്യാൻ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുക. സെയിം ഹാപ്പൻസ് ഫോർ സോയിൽ as well. സോയിലിന്റെ മുകളിൽ നമ്മളൊരു ബിൽഡിംഗ് കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? ആ ബിൽഡിംഗ് ആ സോയിലിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സോയിൽ സെറ്റിൽ ആവാൻ ശ്രമിക്കും. ആ സെറ്റിൽമെന്റിനെതിരെ റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനാണ് നമ്മൾ സോയിൽ സ്ട്രെസ് എന്ന് വിളിക്കുക, അല്ല? അപ്പൊ ഈ സോയിൽ സ്ട്രെസ് ഉണ്ടാവുന്ന, ഇപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര റീജിയൻ ഓഫ് സോയില് സ്ട്രെസ്ഡ് ആവും എന്നതിന്റെ മെഷറാണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ എത്ര ഡെപ്ത് വരെയുള്ള സോയിലില് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആവും എന്ന ഡെപ്ത് ആണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയുന്നത്. സോ ഈ സിഗ്നിഫിക്കന്റ് ഡെപ്ത് വരെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഡെപ്ത് വരെ നമ്മൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. അത് നമുക്ക് ജനറലി നമ്മൾ എടുക്കാൻ പോകുന്നു, അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്താണോ ആ ലോഡിന്റെ 20%, 0.2 ടൈംസ് ക്യൂ. ക്യൂ ആണ് ഇമ്പോസിറ്റ് ലോഡ് എന്ന് വിചാരിക്കുക. അതിന്റെ 0.2% ആണ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ആ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് ക്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ സ്ട്രെസ് വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഈ ഒരു ബൾബ് വെച്ച് ഉപയോഗിക്കുക. ഇതിന് പ്രഷർ ബൾബ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഐസോ ബാർ എന്ന് വിളിക്കും. ഐസോ ബാർ എന്ന് വെച്ചാൽ ഒരേ പ്രഷറുള്ള പോയിന്റ്സ് തമ്മിൽ കളക്ട് ചെയ്യുന്നു. സോ ഇതിന്റെ ഈ ഒരു റീജിയന്റെ അകത്താണ്, ഈ ഒരു വട്ടം കാണുന്നുണ്ടല്ലോ, ആ വട്ടത്തിന്റെ അകത്താണ് സോയിൽ സ്ട്രെസ്ഡ് ആയിട്ടുണ്ടാവുക. സോ ആ ഒരു ഡെപ്ത്, ആ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡെപ്തിലാണ് സോയിൽ എന്താവുന്നത്, സോയിലിന് നമ്മൾ എന്താ സംഭവിക്കുന്നത്, സോയിലിന് സ്ട്രെസ്ഡ് ആവുന്നത്. ആ സ്ട്രെസ്സിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 20% ഓഫ് ക്യൂ ആണ്. സോ ക്യൂ എന്ന് പറയുന്നത് ഇമ്പോസ്ഡ് ലോഡാണ്. ആ ഇമ്പോസ്ഡ് ലോഡിന്റെ 20% ഈ സ്ട്രെസ്. ആ സ്ട്രെസ് ഉണ്ടാവുന്ന ഡെപ്ത് ആണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത്. 3 കാര്യങ്ങളാണ്. സോ സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് കണ്ടുപിടിക്കാൻ സോയിൽ സ്ട്രെസ്ഡ് ആവുമെന്ന് നമ്മൾ മനസ്സിലാക്കി. സോയിൽ സ്ട്രെസ്ഡ് ആവുന്നതിന്റെ കാരണം ഒരു ലോഡ് ഉള്ളത് കൊണ്ടാണ്. ആ ലോഡ് സോയിൽ സ്ട്രെസ്ഡ് ആവുന്ന 0.2 ടൈംസ് ലോഡ് സ്ട്രെസ്ഡ് ആവുന്ന ഒരു റീജിയൻ ഉണ്ട്, അല്ലെ? സോ ക്യൂ എന്ന് പറയുന്ന ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ലോഡിന്റെ 20% സ്ട്രെസ്ഡ് ആവുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ ഡെപ്തിനാണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ 1.5B എന്ന് എഴുതിയിരിക്കുന്നതാണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഡെപ്ത്. സോ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു സിഗ്നിഫിക്കന്റ് ഡെപ്ത്. സോ അത് നമ്മൾ 3 കേസസ് വെച്ച് കാണാൻ പോവാണ്. ഒന്നാമത്തത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. സോ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, ടൈപ്സ് ഓഫ് ഫൂട്ടിംഗ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. സോ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ ഫൂട്ടിംഗ് മാത്രമേ ഉള്ളെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ സൈസ് സ്ക്വയർ ആണെങ്കിൽ, ഷേപ്പ് സ്ക്വയർ ആണെങ്കിൽ, ഇറ്റ് ഷുഡ് ബി 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഇത് വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ, അതിന്റെ 1.5 ടൈംസ് ആയിരിക്കും ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കാണാമല്ലോ, ഇത്രയും ഡെപ്തിൽ നമ്മൾ ബോർഹോൾ കുഴിച്ച് സോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. സോ 1.5 ടൈംസ് ബി ആണ് സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ. അത് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ 3.0 ടൈംസ് ബി, അതായത് 3 ടൈംസ് ഓഫ് വിഡ്ത്ത് ആണ് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ കേസിലാണ്. ഇനി കുറച്ച് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഉണ്ട്, അത് ക്ലോസ്ലി സ്പേസ്ഡ് ആണെന്ന് വിചാരിക്കും. സോ ഒറ്റ ഒരു സോയിലായിരുന്നു, ഒറ്റ ഒരു ഫൂട്ടിംഗ് ആണെങ്കിൽ ഈ ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഇത് സ്ട്രെസ്ഡ് ആവുന്നു. പക്ഷെ അടുത്തടുത്ത് കുറെ ഫൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഡോട്ടഡ് ലൈൻസ് കണ്ടില്ലേ? സോ ഇത് സ്ട്രെസ്ഡ് ആവുന്ന ഏരിയ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടല്ലേ? സോ ഇവിടെ ഈ ഫൂട്ടിംഗ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, ഇവിടെ ഈ ഫൂട്ടിംഗ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, ഇവിടെ ഈ ഫൂട്ടിംഗ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്, ഈ ഫൂട്ടിംഗ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി 1.5 ടൈംസ് ബി എന്ന് പറയുന്നത് ഈ വിഡ്ത്ത് അല്ല, ടോട്ടൽ വിഡ്ത്ത്. സോ ടോട്ടൽ എത്ര സോയിൽ ഉണ്ടോ ആ എത്ര ഫൂട്ടിംഗ് ഉണ്ടോ ആ ഫൂട്ടിങ്ങിന് മുഴുവൻ ഇൻഫ്ലുവൻസ് എടുത്തിട്ട് അതിന്റെ ലോഡ് കവർ ചെയ്യുന്ന ഏരിയ മുഴുവൻ എടുത്തിട്ടുള്ള വിഡ്ത്ത് എടുക്കുന്നു. കണ്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ അല്ല എടുത്ത്, പകരം ഈ ഇൻഫ്ലുവൻസ് തൊട്ട് ഈ ഇൻഫ്ലുവൻസ് വരെയുള്ള വിഡ്ത്ത് എടുക്കുന്നു. സോ ടോട്ടൽ വിഡ്ത്ത് ഓഫ് എൻ്റയർ ലോഡഡ് ഏരിയ എടുത്ത് അതിന്റെ 1.5 ടൈംസ് ആണ് ക്ലോസ്ഡ് സ്പേസ് ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എടുക്കുക. സോ ദാറ്റ് ഈസ് ഫോർ ക്ലോസ്ലി സ്പേസ്ഡ് ഫൂട്ടിംഗ്. അടുത്തത് മൂന്നാമത്തതെന്ന് പറയുന്നത് ഫ്രിക്ഷൻ പൈൽസ് ഡീപ്പ് ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ 4th മൊഡ്യൂളിൽ കാണും. ഫ്രിക്ഷൻ പൈൽസ് എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ വഴി ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈൽസിനാണ് ഫ്രിക്ഷൻ പൈൽസ് എന്ന് വിളിക്കുക. സോ ഫ്രിക്ഷൻ പൈൽസിന്റെ കേസിൽ ഇറ്റ് ഈസ് 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് ദ പൈൽ ഗ്രൂപ്പ്. സോ പൈല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൈൽ ക്യാപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു സിംഗിൾ പൈൽ ആയിരിക്കും, ചിലപ്പോൾ 1, 2, 3 പൈൽസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഒരു കോളത്തിന്റെ താഴെ ഉണ്ടാവും.
അങ്ങനെയുള്ള പൈൽ ഗ്രൂപ്പിന്റെ വിഡ്ത്ത്, ഇവിടെ 1 2 3 4 പൈൽസ് ഉണ്ട്, അതിന്റെ വിഡ്ത്ത് ബി ആണ്. ആ ബിന്റെ 1.5 ടൈംസ് ആണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. സോ ഈ ബിന്റെ 1.5 ടൈംസ് ആണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയിലിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നല്ല ഈ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ പൈലിന്റെ ഡെപ്തിന്റെ അവസാനത്തെ 1/3. ഇപ്പൊ പൈലിന്റെ ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കാം. സോയിലിന്റെ മുകളിൽ നിന്ന് പൈലിന്റെ ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കാം. അതിന്റെ അവസാനത്തെ 1/3. സോ d/3 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 എന്ന് 3 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ d/3 ലെയർ ചെയ്യുന്നു ഉള്ള 1.5. ഇതാണ് d/3 ലൈൻ. അവിടുന്ന് 1.5 ടൈംസ് ബി ആണ് പൈലിന്റെ ഒരു ഫ്രിക്ഷൻ പൈലുള്ള ഏരിയ ആണെങ്കിൽ അതിന്റെ ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നു. സോ ഫൂട്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു എത്ര ഡെപ്തിൽ നമ്മൾ എക്സ്പ്ലോറേഷൻ ചെയ്യണം. ഇനി ഇതല്ല, ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു എംപിരിക്കൽ ഇക്വേഷൻ ഉണ്ട്. ആ എംപിരിക്കൽ ഇക്വേഷൻ ആണ് d is equal to c into s raised to 0.7. d is equal to c into s raised to 0.7. ഇവിടെ d എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ, c എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, which is 3 for light steel buildings and 6 for heavy steel building, and s is the number of stories. So ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ കിട്ടും. സോ എത്ര ഫ്ലോർ ആണെന്നനുസരിച്ച് ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് എത്ര ഡെപ്തിൽ നമുക്ക് സോയിലിനെ മനസ്സിലാക്കണമെന്ന് ഐഡിയ കിട്ടും. സോ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഫോർ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. സോ ഇതാണ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ. സോ നമ്മളിപ്പോൾ ഡെപ്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലേ, എത്ര ഡെപ്തിൽ സോയിലിനെ കുറിച്ച് പഠിക്കണം. അടുത്തത് എത്ര എക്സ്റ്റെൻഡിൽ, ലാറ്ററൽ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എക്സ്റ്റെൻഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാറ്ററൽ എക്സ്റ്റെൻഡ് ഓഫ് എക്സ്പ്ലോറേഷൻ, അതായത് എത്ര പൊസിഷനിലാണ്. അപ്പോൾ ഒരു സൈറ്റ് എടുത്താൽ, ഒരു വലിയ ഒരു സൈറ്റ് എടുത്തു, ആ സൈറ്റിന്റെ എവിടെയൊക്കെ നമ്മൾ ബോർഹോൾ കുഴിക്കണം, ഇങ്ങനെ ഈ ബോർഹോൾ കുഴിക്കുകയാണെങ്കിൽ എത്ര സ്പേസിങ്ങിൽ ബോർഹോൾ കുഴിക്കണം എന്നൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഒരു ചെറിയ ബിൽഡിംഗ് ആണ്, നമ്മുടെ വീട് പോലെയൊക്കെയുള്ള ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ ഒറ്റ ബോർഹോൾ മതി. വി പ്ലേസ് ദാറ്റ് ബോർഹോൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സൈറ്റ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ ബിൽഡിംഗ്. നമ്മൾ പ്ലോട്ടിൽ എവിടെയാണോ ബിൽഡിംഗ് പണിയുന്നത് ആ ബിൽഡിങ്ങിന്റെ പ്ലോട്ടിന്റെ സെന്ററിൽ നമ്മളൊരു ഒറ്റ ബോർഹോൾ എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചാൽ മതിയാവും, ചെറിയ ബിൽഡിങ്സ് ആണെങ്കിൽ. സോ ഫോർ സ്മോൾ ബിൽഡിങ്സ് വി നീഡ് ഓൺലി 1 ബോർഹോൾ. വെറാസ് ഫോർ കോമ്പാക്ട് ബിൽഡിങ്സ് 5 ബോർഹോൾ വേണം. ഒരു കോമ്പാക്ട് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു 0.4 ഹെക്ടേഴ്സ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. 0.4 ഹെക്ടേഴ്സ് ഏരിയ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കവർ ചെയ്യുന്ന ഒരു ബിൽഡിംഗാണ് കോമ്പാക്ട് ബിൽഡിംഗ് എന്ന് വിളിക്കുക. അങ്ങനത്തെ ബിൽഡിങ്സ് ആണെങ്കിൽ നമ്മൾ 5 ബോർഹോൾ കുഴിക്കണം. ഒന്നാമത്തെ ബോർഹോൾ എന്ന് പറഞ്ഞ് കൃത്യം സെന്ററിൽ, ബാക്കി 4 അതിന്റെ കോർണേഴ്സിൽ. ഒരെണ്ണം കൃത്യം സെന്ററിൽ, ബാക്കി 4 കോർണേഴ്സിൽ. അങ്ങനെ 5 ബോർഹോൾ നമ്മൾ കോമ്പാക്ട് ബിൽഡിങ്സിന്റെ കേസിൽ കുഴിക്കണം. ഇനി ഒരു ലാർജ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആണെങ്കിൽ, നമ്മൾ എല്ലാ കോർണേഴ്സിലും എന്ത് ചെയ്യണം, ബോർഹോൾ കുഴിക്കണം. അതുപോലെ ആ ഒരു ഏരിയന്റെ പ്രൊമിനന്റ് ലൊക്കേഷൻസിൽ ബോർഹോൾ കുഴിക്കണം. സോ ബോർഹോൾസ് അറ്റ് ഓൾ ദ കോർണേഴ്സ് ആൻഡ് ഓൾ അതർ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് ഇൻ ദ സൈറ്റ്. സോ ഇതാണ് 3 കേസസ്. ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു ഹോളേ കുഴിക്കുകയുള്ളൂ. ഒരു കോമ്പാക്ട്, അതായത് 0.4 ഹെക്ടർ ഏരിയനേക്കാൾ കൂടുതൽ കവർ ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 5 ഹോൾ കുഴിക്കും. ഒന്നാമത്തെ സെന്ററിൽ, 4 കോർണറിൽ. ലാർജ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ 4 കോർണറിൽ കുഴിക്കും. അത് കൂടാതെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആ സൈറ്റിലുണ്ടെങ്കിൽ അവിടെയൊക്കെ ബോർഹോൾ കുഴിച്ചിട്ട് നമ്മൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. ഇനി എന്ത് സ്പേസിങ്ങിലാണ് ഈ ബോർഹോൾ കുഴിക്കേണ്ടത്? ഇപ്പൊ 5 കുഴിക്കുന്നു, 4 കുഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, അത് എത്ര സ്പേസിങ്ങിൽ കുഴിക്കണം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആണെങ്കിൽ അത് സ്പേസിങ് 10 to 30 മീറ്റർ ആണ്. 10 തൊട്ട് 30 മീറ്റർ വരെയുള്ള സ്പേസിങ്ങിലാണ് നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ബോർഹോൾ കുഴിക്കുക. ഹൈവേ ആണെങ്കിൽ 150 to 300 മീറ്ററിലാണ് ബോർഹോൾ കുഴിക്കുക. എർത്ത് ഡാംസ് ആണെങ്കിൽ 30 to 60 മീറ്ററിലാണ്. കോൺക്രീറ്റ് ഡാംസ് ആണെങ്കിൽ 40 to 80 മീറ്റർ ആണ്. സിംഗിൾ സ്റ്റോറേഡ് ഫാക്ടറീസ് ആണെങ്കിൽ 30 to 90 മീറ്ററിലാണ്. സോ ഈ ഒരു സ്പേസിങ്ങിലാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡിംഗ് ടൈപ്സിൽ അല്ലെങ്കിൽ ഈ പ്രൊജക്ട്സിൽ നമ്മൾ ബോർഹോൾ കുഴിക്കുക. സോ നമ്മൾ ഇതുവരെ കവർ ചെയ്ത ഒരു ബേസിക്സ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ ആണ്. എന്താണ് സോയിൽ എക്സ്പ്ലോറേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ സ്റ്റേജസ് എന്താണ്, അതിൽ റെക്കഗ്നൈസൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ എത്ര ഡെപ്തിലാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, എത്ര എക്സ്റ്റെൻഡിലാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, നമ്മൾ ബേസിക് കാര്യങ്ങളാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലോറേഷൻ ടെക്നിക്സ്, ഈ
സൈറ്റിൽ പോയിട്ട് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബോർഹോൾ കുഴിക്കുക, എന്തൊക്കെ സാമ്പിളാണ് എടുക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.